രൂപയായിരുന്നു പെർമിറ്റ് ഫീസ്. അതിന്റെ വർധനവ് ഇന്ന് 3000, 6000, 900 സ്ക്വയർ ഫീറ്റിന്റെ കണക്കിന് പോവുകയാണ്. നമ്മുടെ ഭൂനികുതി ഈ പിണറായി സർക്കാർ വരുമ്പോ 10 സെന്റിന് 5 രൂപ ഉണ്ടായിരുന്നത് ഇന്ന് 65 രൂപയായി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് അടുത്ത 5 വർഷം 100 രൂപ ഉണ്ടായിരുന്നത് 2000 ആക്കി എന്നൊരു വാഗ്ദാനം. ഞാൻ നിങ്ങളോട് പറയാണ്, ഈ പിണറായി സർക്കാരിന്റെ മാനിഫെസ്റ്റോ ഇലക്ഷൻ കാലത്ത് അവർ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ കാര്യം നടപ്പാക്കും. അതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ വർഷവും നിങ്ങളെ തിരക്കുകളിൽ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നുണ്ട്. 3 വോട്ടാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മുൻ മെമ്പർ അഡ്വക്കേറ്റ് ബി. മുഹമ്മദ് ഖാലി സാർ, അദ്ദേഹം ഇവിടെ നമുക്ക് സംഭാവിച്ചു. എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക, എല്ലാവരും എനിക്ക് സഹകരണം ഉണ്ടാവണം, എല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടാവണം. എന്താ പറയുക, ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഒരുമിച്ച് ഈ വാർഡിനെ, ഈ പഞ്ചായത്തിനെ നല്ല രീതിക്ക് എത്തിക്കും എന്നുള്ളൊരു വാഗ്ദാനം കൂടി തരുന്നു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് UDF ആണ് ഇവിടെ കടപ്പുറം പഞ്ചായത്ത് ഇതുവരെ 58 വർഷം ഭരിച്ചിട്ടുള്ളൂ. ഈ 58 വർഷം UDF ആണ് ഭരിച്ചിട്ടുള്ളൂ. ഇനിയും അടുത്ത 5 വർഷം ഒത്തിരി അകലെയൊന്നുമല്ല, തൊട്ടപ്പുറം ആ പാലം കടന്നു കഴിഞ്ഞാൽ ഞാനുണ്ട്. നിങ്ങൾ ഏതൊരു ആവശ്യത്തിനും നിങ്ങളുടെ കൂടെ ഒരാളായി ഞാൻ കാണും. അതിലേക്ക് എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചിന്താഗതിയാണ് മനസ്സിലുണ്ട്. അത് നമ്മൾ ശക്തമായ സന്ദേശം കൊടുക്കണം. നമ്മളെ UDFിലെ സ്ഥാനാർത്ഥികളെ നമ്മൾ ഈ വാർഡിൽ ജയിച്ചു വിടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കണം. അവർ മാത്രം ജയിക്കുള്ളൂ, ബാക്കി നമ്മൾ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഒരാളൊരു 10 വീടുകൾ കവർ ചെയ്യാൻ നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റും. നാഥന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ മാട്ടുമത്സര വികസനം ഞങ്ങൾക്ക് ചില പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ കാണുന്ന ആ ഒരു മുരടിപ്പ് തീർച്ചയായിട്ടും ഞാനും കൃഷ്ണയും ഉണ്ടാക്കും ജന്മിച്ചു നിന്ന അതിനും പറ്റുമ്പോൾ ആളുകളെ ചേർക്കാം. എല്ലാത്തിനും ആളുകളെ ചേർത്തുകൊണ്ട് പ്രചരണ മറ്റു പരിപാടികളെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കണം. ഈ കമ്മിറ്റി മീറ്റിംഗ് അവസാനിക്കുകയാണ്. നമ്മൾ സജീവമായി 2 പ്രത്യേക ശാസ്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇവിടെ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഞങ്ങളുടെ നയമല്ല. ഇവിടെ നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കുടുംബത്തിൽ ജനിച്ച് അതിന്റെ പോരാട്ടം